Hey, it's Niju. Welcome back to Root Cinemas. 2022 ആപ്പിളിൻ്റെ പുതിയ സ്റ്റുഡിയോ ഡിസ്പ്ലേ, അതും 2014 തണ്ടർബോൾട്ട് ഡിസ്പ്ലേ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5K ഡിസ്പ്ലേ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടാകും. മേ ബി ഒരു മിനി LED, പ്രൊമോഷൻ, 10-bit, ഫേസ് ID, അതുപോലെ തന്നെ നല്ല വെബ് ക്യാം. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇതൊന്നുമില്ല. ബോണസ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു പവർ കേബിൾ, ബേസ് മോഡലിൻ്റെ കൂടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റാൻഡ്. ഇറ്റ്സ് ബിറ്റ് ഓഡ്. ഈ ഒരു ഡിസ്പ്ലേ നല്ലൊരു ഡീലാണോ? ലെറ്റ്സ് സ്റ്റാർട്ട്. 2022 മാർച്ച് 8 ആപ്പിളിൻ്റെ ഫസ്റ്റ് ഇവൻ്റായി നമ്മൾ പ്രതീക്ഷിച്ച പ്രോഡക്റ്റ് എല്ലാം തന്നെ അനൗൺസ് ചെയ്തിരുന്നു. അതിലെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ആപ്പിളിൻ്റെ സ്റ്റുഡിയോ ഡിസ്പ്ലേ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ഹൈലൈറ്റ്, ആപ്പിൾ സ്റ്റുഡിയോ ഡിസ്പ്ലേ. സോ സിമ്പിൾ. വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മോട്ടറിൻ്റെ പേര് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. LG UL 3467 കുറച്ച് നമ്പേഴ്സിൻ്റെ കളിയാണ്. ഇപ്പോൾ എൻ്റെ ഈ ബാക്കിൽ ഇരിക്കുന്ന സാംസങ്ങിൻ്റെ ഒരു മോണിറ്ററാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു സാംസങ്ങിൻ്റെ മോണിറ്റർ. ആപ്പിളിൻ്റെ പുതിയ ഡിസ്പ്ലേയുടെ സ്പെക്സ് പറയുമ്പോൾ 27-inch ഡയഗണൽ, 5K റെറ്റിന ഡിസ്പ്ലേ, 14.7 million പിക്സൽസ്, IPS LCD 60 Hz, 600 nits of brightness, 1 billion കളേഴ്സ്, P3 വൈറ്റ് കളർ, ട്രൂ ടോൺ, വെബ് ക്യാം വിത്ത് കിടു ഒരു സ്പീക്കർ. ഇതിനോട് കമ്പയർ ചെയ്യാൻ പറ്റി വേറെ എന്തെങ്കിലും ഡിസ്പ്ലേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ല. പക്ഷേ 4K മോണിറ്റേഴ്സ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ LGയുടെ അൾട്രാ ഫൈൻ 5K ആൻഡ് 4K ഡെല്ലിൻ്റെ ഒരു അൾട്രാ ഷാർപ്പ് U2720Q എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. ഇപ്പോൾ ഇനി LGയുടെ അൾട്രാ ഫൈൻ 5Kയുടെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ 27-inch ഡയഗണൽ, 5K റെറ്റിന ഡിസ്പ്ലേ, IPS LCD, അതുപോലെ 60 Hz, P3 വൈറ്റ് കളർ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം $1299. അതാണ് എൻ്റെ പ്രൈസ് റേഞ്ച്. ഇനി അടുത്തത് നമ്മൾ ഡെല്ലിൻ്റെ 27-inch നോക്കുകയാണെങ്കിൽ അതിൽ 4K 3840x2160, 60 Hz, IPS LCD, P3 വൈറ്റ് കളർ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ $589. പ്രൈസ് വൈസ് നോക്കുമ്പോൾ ചീപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ഡിസൈനും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ പേപ്പറിലുള്ള സ്പെക്സിനെക്കാട്ടി കൂടുതൽ കുറേ യുണീക്ക് കോമ്പിനേഷൻ ഉണ്ട്. അതുതന്നെയാണ് ഈ ഡിസ്പ്ലേ മറ്റു പ്രോഡക്റ്റുമായി കമ്പാരിസൺ ചെയ്യാൻ കുറച്ച് ചലഞ്ചിങ് ആണ്. ഇതിൻ്റെ ഡിസൈൻ തന്നെ അടിപൊളിയാണ്, സ്റ്റാൻഡ് ഔട്ടാണ്. ഫുള്ളി പ്ലാസ്റ്റിക് മോണിറ്റർ എന്നുള്ള ഒരു സോണിൽ നിന്നും മെറ്റൽ കേസ് ഔട്ട്സൈഡ്, ഷാർപ്പ് കോർണേഴ്സ്, പ്രിസിഷൻ ഡ്രിൽ പ്രിപ്പറേഷൻ ഫോർ വെന്റിലേഷൻ, ഓവർ ഒരു ക്ലാസ് ലുക്ക് തന്നെയാണ്. ഈ ഡിസ്പ്ലേ യൂസ് ചെയ്ത് പലരും പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഗോസ്റ്റിംഗ് ഓർ ലൈറ്റ് ബ്ലീഡ്, അതുപോലെ തന്നെ ലോവൽ ഡെൽറ്റ ഈ വാല്യൂ ആണ് 1.10 DE. അതുകൊണ്ട് തന്നെ ലെസ് കളർ ഡിസ്ട്രോഷൻ ആയിരിക്കും. ഈ മോണിറ്ററിൻ്റെ പാനൽ ഗ്ലാസുമായുള്ള ലാമിനേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ലെസ് കോർണേഴ്സിൻ്റെ ഡിസ്ട്രോഷൻ ലെസ് ആയിരിക്കും. അതുപോലെ മജന്ത കളേഴ്സിൻ്റെ ബ്ലീഡ് കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ അടിപൊളി ഒരു ഓഡിയോ സ്പീക്കേഴ്സ് വിത്ത് ഡീസൻറ്റ് വെബ് ക്യാം. ഈ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തേക്കുന്ന iPhone 11 യൂസ് ചെയ്ത സെയിം A13 ബയോണിക് ചിപ്പാണ്. സോ ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒരു ഫേംവെയർ അപ്ഡേറ്റ്സ് ഒക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിലൊരു 64 GB ഓൺ ബോർഡ് സ്റ്റോറേജ് ഉണ്ട്. ഈ ഒരു മോണിറ്റർ വാങ്ങുമ്പോൾ 2 ടൈപ്പ് ഓഫ് ആൻറ്റി റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡും ഒന്ന് നാനോ ടെക്സ്ചർ ഗ്ലാസും. നാനോ ടെക്സ്ചർ ഗ്ലാസ്സിന് $400 എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. സോ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് റിഫ്ലക്റ്റീവ്, നിങ്ങളൊരു വിൻഡോയുടെ അടുത്താണ് ഇരിക്കുന്നത്, നിങ്ങളുടെ മിഷൻ ഒരുപാട് മൂവ് അറൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് ഗ്ലെയർ വരുന്നെങ്കിൽ നാനോ ടെക്സ്ചർ ഗ്ലാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന്. പക്ഷേ അതൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റും ഷാർപ്നെസ്സും കുറച്ച് കുറവായിരിക്കും കമ്പയർ ടു സ്റ്റാൻഡേർഡ് ഗ്ലാസ്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡാണ്. ഇത് വരുന്ന ബേസ് മോഡലിലെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പലരും ഇതിൻ്റെ മാക്സിമം ഹൈറ്റിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഉള്ളത് ടിൽറ്റ് ആൻഡ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡാണ്. ഇതിനും നമ്മൾ $400 എക്സ്ട്രാ പേ ചെയ്യണം. ഇതിൻ്റെ ബാക്ക് സൈഡ് 4 പോർട്ടുണ്ട്. ഒന്ന് തണ്ടർബോൾട്ട് ഡിസ്പ്ലേയുടെ പോർട്ടും ബാക്കിയുള്ളത് 3 USB-C പോർട്ടും. ഈ ഒരു പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പോ ഐപാഡോ ചാർജ് ചെയ്യാനും പറ്റും. ഈ ഒരു ഡിസ്പ്ലേയിൽ ഇതിനെ പവർ ഓഫ് ചെയ്യാനോ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ബട്ടൺസ് ഒന്നും ഈ ഒരു ഡിസ്പ്ലേയിലില്ല. നിങ്ങളിപ്പം ആപ്പിളിൻ്റെ ഏത് പ്രോഡക്റ്റാണോ ഇതുമായിട്ട് പെയർ ചെയ്യുന്നത് ആ ഒരു OS നിന്നുകൊണ്ടായിരിക്കും ഇതിൻ്റെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് എല്ലാം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ എപ്പോൾ നിങ്ങൾ ആ മെഷീൻ ഷട്ട് ഡൗൺ ചെയ്യുന്നോ ഈ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആവും. വിൻഡോസിൽ ഈ ഒരു ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും സ്പെക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് $2098 ആണ്. LG 5K മോണിറ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു $450 കുറവേ ഉള്ളൂ. പക്ഷേ ഇതൊരു 5 വർഷം മുമ്പാണ് LGയുടെ മോണിറ്റർ റിലീസ് ചെയ്തത്. അത് മാത്രമല്ല LGയുടെ മോണിറ്റർ റിലീസ് ചെയ്ത സമയത്ത് ഇതിലൊരു പ്രൊമോഷണൽ പ്രൈസ് ഉണ്ടായിരുന്നു $974. സോ ഈ ഒരു മോണിറ്റർ 5 വർഷം ഒരു മോണിറ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് അത്യാവശ്യത്തിൽ കൂടുതലാണ്. ഞാനിത് മേടിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ ഈ മോണിറ്റർ മേടിക്കില്ല. ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ 100% ഇത് വേണമെന്ന് ആഗ്രഹമുണ്ട്.
എനിക്കിതിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മിനി LED, അതുപോലെ 10-bit ബാക്ക് ലൈറ്റ് ലോക്കൽ ഡിമ്മിങ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ, ഇത്രയും എക്സ്പെൻസീവായ ഒരു മോണിറ്റർ അതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു $400 കൊടുക്കണം. പിന്നെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു പവർ കേബിൾ. ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഈ പവർ കേബിൾ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റോർ റീപ്ലേസ്മെൻ്റ് ആണ്, സോ ഡൗൺ ടൈം ഉണ്ടാവും, പിന്നെ എക്സ്ട്രാ ക്യാഷ് പോകും. ഇതൊന്നും വേണ്ടെങ്കിൽ ആപ്പിളിൻ്റെ കെയർ മേടിക്കണം. സോ ഈ ആപ്പിളുകാർ ഇവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്നതിലുള്ള മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നൊട്ടോറിയസ് ആണ്. പിന്നെ ഈ ഡിസ്പ്ലേയുടെ കൂടെ ആപ്പിൾ മിനി കൂടി പെയർ ചെയ്ത് മേടിക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതത്ര നല്ല തീരുമാനമായിരിക്കില്ല. കാരണം iMac 24 ഇഞ്ച് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി പ്രാക്ടിക്കൽ. ഇനി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ WDC 2022 ജൂൺ 6 ഒരു പുതിയ ഇവൻ്റ് ഉണ്ട്. സോ പുതിയ പ്രോ ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ഒരു iMac പ്രോയുടെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് മോണിറ്റർ അവർ റിലീസ് ചെയ്തിരുന്നു. സാംസങ്ങിൻ്റെ മോഡൽ 7 ശേഷം മോഡൽ 8 ഒരു സ്മാർട്ട് മോണിറ്ററാണ്. 32 ഇഞ്ചാണ്, 4K ആണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $899 ആണ്. സോ കൂടാതെ തന്നെ ഈ സ്മാർട്ട് TV ആയിട്ട് യൂസ് ചെയ്യാം. ആപ്പിൾ സ്റ്റുഡിയോ മോണിറ്ററിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.